ഒമാനിൽ വൈദ്യുതി ഉൽപാദനത്തിൽ 14.6% വർധന. ടെലികോം ഉപഭോക്താക്കൾക്ക് ആശ്വാസം. ടെലികോം പ്ലാനുകളിൽ മാറ്റം വരുത്തിയാൽ പിഴയില്ലാതെ കരാർ റദ്ദാക്കാം. സലാലയിൽ അൽദലയുടെ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി അവസാനത്തോടെ ഉൽപാദനം 14.6% വർദ്ധിച്ച് 3256.5 ജിഗാവാട്ട് അവറിലെത്തി. 2025 ഇതേ കാലയളവിൽ ഇത് 2841.5 ജിഗാവാട്ട് അവർ ആയിരുന്നു. രാജ്യത്തെ അറ്റവൈദ്യുതി ഉൽപാദനത്തിലും 13.9% വർധനവുണ്ടായിട്ടുണ്ട്. ഒമാൻ പവർ ആൻഡ് പ്രൊക്യൂർമെന്റ് കമ്പനി, റൂറൽ ഏരിയ ഇലക്ട്രിസിറ്റി കമ്പനി എന്നിവയുടെ വിവിധ മേഖലകളിലെ പർച്ചേസുകൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന വ്യാവസായിക പുരോഗതിയുമാണ് ഉൽപാദനത്തിലെ ഈ വർധനവിന് പിന്നിലെ സുപ്രധാന ഘടകങ്ങൾ. സുസ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കുന്നതിനായി വരും വർഷങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ടെലികോം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ടെലികോം കമ്പനികൾ തങ്ങളുടെ സേവന പ്ലാനുകളിലോ കരാർ വ്യവസ്ഥകളിലോ മാറ്റം വരുത്തുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് പിഴ നൽകാതെ തന്നെ ആ സേവനം അവസാനിപ്പിക്കാനുള്ള അവകാശം പുതിയ നിയമം ഉറപ്പാക്കുന്നു. ടെലികോം സേവന ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ചട്ടത്തിലെ ആർട്ടിക്കിൾ 9 പ്രകാരമാണ് ഈ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ഇതനുസരിച്ച് കുറഞ്ഞ കരാർ കാലാവധിയുള്ള പ്ലാനുകളിൽ സേവനദാതാവ് ഭേദഗതികൾ വരുത്തിയാൽ ഉപഭോക്താവിന് സേവനം തുടരുകയോ പിഴയില്ലാതെ റദ്ദാക്കുകയോ ചെയ്യാവുന്ന 2 ഓപ്ഷനുകൾ നൽകാൻ കമ്പനി ബാധ്യസ്ഥനാണ്. ഇതുപ്രകാരം നിലവിലുള്ള കരാറിലെ പഴയ വ്യവസ്ഥകളിൽ തന്നെ കാലാവധി കഴിയുന്നതുവരെ സേവനം തുടരാൻ ഉപഭോക്താവിന് അനുവാദമുണ്ട്. അല്ലെങ്കിൽ പുതിയ വ്യവസ്ഥകൾ സ്വീകാര്യമല്ലാത്ത പക്ഷം ഏർലി ടെർമിനേഷൻ ഫീ അഥവാ കരാർ നേരത്തെ അവസാനിപ്പിക്കുന്നത് മൂലമുള്ള യാതൊരുവിധ പിഴയും നൽകാതെ കണക്ഷൻ റദ്ദാക്കാം. പാക്കേജ് നിരക്കുകൾ വെബ്സൈറ്റുകളിലും ആപ്പുകളിലും പോയിന്റ് ഓഫ് സെയിലുകളിലും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നതാണ് നിർദ്ദേശങ്ങളിലൊന്ന്. സബ്സ്ക്രിപ്ഷനുകൾ, പുതുക്കലുകൾ, അപ്ഗ്രേഡുകൾ എന്നിവയ്ക്ക് ഉപഭോക്താവിന്റെ വ്യക്തമായ അനുമതി വാങ്ങിയിരിക്കണം. പ്രൊമോഷണൽ ഓഫറുകൾ വഴി ഉപഭോക്താക്കളെ 12 മാസത്തിൽ കൂടുതൽ നീളുന്ന കരാറുകളിൽ കൊടുക്കാൻ പാടില്ലെന്നും അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ കർശനമായ നിരീക്ഷണവും ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി വിതരണക്കാരായ അൽദല ഗ്രൂപ്പ് സലാലയിൽ വിപുലമായ ഇഫ്താർ സംഘടിപ്പിച്ചു. 5-ാം നമ്പറിലെ ഫാസ് അക്കാദമി മൈതാനിയിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ സംബന്ധിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു. ചെയർമാൻ കബീർ കണമല, അലി ഈസ അലി അൽ മർദൂഫ്, ഡയറക്ടർ ഷഹീർ കണമല എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ സനാതനൻ, ഒ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്, നാസർ പെരിങ്ങത്തൂർ, കെ ഷൌക്കത്ത് അലി, റസൽ മുഹമ്മദ്, ഡോക്ടർ നിക്സ്താർ, ഡോക്ടർ ഷാജി പി ശ്രീധർ, കെ എ റഹീം, അബ്ദുള്ള മുഹമ്മദ് എന്നിവരും സംബന്ധിച്ചു. ഒമാനിലെ പ്രമുഖ ബ്രോസ്റ്റഡ് ചിക്കൻ കമ്പനിയായ RFC തങ്ങളുടെ 8ാമത് ശാഖ മസ്കത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായ റൂവി CBD ഏരിയയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കോ ഫൗണ്ടർ ഹമൂദ് അബ്ബാസ് മൻസൂർ അൽ ഹിനായി നിർവഹിച്ചു. ചടങ്ങിൽ RFC ചെയർമാൻ റഫീഖ് മലയിൽ, വൈസ് ചെയർമാൻ ഫൈസൽ പിലാക്കാട്ട്, CEO സലീം വടകര, COO അൻവർ സാദത്ത്, ബിസിനസ് ഓപ്പറേഷൻസ് മാനേജർ തുളസി രാമചന്ദ്രൻ എന്നിവരും ഒമാനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. വരും വർഷങ്ങളിൽ ഒമാനിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിക്കുമെന്ന് ബിസിനസ് ഓപ്പറേഷൻസ് മാനേജർ തുളസി രാമചന്ദ്രൻ വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതികൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി RFC മാനേജ്മെന്റ് അറിയിച്ചു. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകൾക്ക് പുറമെ മെഗാ ഡ്രോയിലൂടെ iPhone 17 Pro Max സ്വന്തമാക്കാനുള്ള ലക്കി ഡ്രോയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടാതെ ഉദ്ഘാടന സ്പെഷ്യൽ ഓഫറായി റൂവി ബ്രാഞ്ചിൽ 20% ഓഫറും മാർച്ച് 18 വരെ ലഭിക്കും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.